തേങ്ങയോ സാമ്പാർ പൊടിയോ ചേർക്കാതെ സദ്യ സ്റ്റൈൽ വറുത്തരച്ച സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ബാച്ചിലർ ഫ്രണ്ട്ലി ആണ്, അതുപോലെ ബിഗിനേഴ്സിന് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. മാത്രമല്ല രുചിയും മണവും കൂട്ടാൻ 2 ടിപ്സ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചോറിനോടൊപ്പം മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഈ അടിപൊളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവന്നാലോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് സവാളയും വെണ്ടയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും അവയുടെ അളവുകളും കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെണ്ടയ്ക്ക് ഒരു വഴുവഴുപ്പില്ലേ, അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വഴറ്റുന്നത്. സവാള വഴറ്റാതെയും ചേർക്കാം, പക്ഷേ വഴറ്റി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ മണവും ഫ്ലേവറും നമ്മുടെ സാമ്പാറിന് കിട്ടും കേട്ടോ. ഈ ഒരു പരുവ് ആവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ, ജീരകം ഇതെല്ലാം ചേർത്തിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. വറുത്തരയ്ക്കാനുള്ള കൂട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി ചേർക്കാൻ കേട്ടോ. വെളുത്തുള്ളി ധാരാളം ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിൽ സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു കൂട്ടാണ് കേട്ടോ ഈ ഒരു സാമ്പാറിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് മേക്കർ. നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിരുന്നല്ലോ, അതുകൂടി നല്ലപോലെ ഇതുപോലെ വഴറ്റിയെടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുകയാണ്. മല്ലിപ്പൊടി അത്യാവശ്യം ചേർക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടിൻ്റെ കൂടെയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്, അല്ലാതെ കഷ്ണങ്ങളുടെ കൂടെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് കായം പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് ഇത് മാറ്റി വയ്ക്കാം. തണുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി സാമ്പാറിനായിട്ടുള്ള തുവരപ്പരിപ്പ് കുക്കറിൽ 2 വിസിൽ വേവിച്ചിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണേ. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ പച്ചക്കറികളും ചേർക്കുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളായിട്ട് ഞാൻ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, മുരിങ്ങയ്ക്ക, തക്കാളി, പിന്നെ പച്ചക്കായ, ഇത്രയാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. വെണ്ടയ്ക്കയും സവാളയും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ പച്ചക്കായ മുറിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടുമല്ലോ. അങ്ങനെ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് ഇവിടെ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലൊരു ടിപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ കുറച്ചളവിൽ ഇഞ്ചി വെളുത്തുള്ളി കുനുകുനാ അരിഞ്ഞത്, ഒരു ജസ്റ്റ് 2 നുള്ളു മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഗ്യാസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സാമ്പാറിൻ്റെ ടേസ്റ്റിനെ വല്ലാതെ ബാധിക്കും. ഇപ്പോൾ ഏതാണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും സവാളയും ചേർക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ അധികം വേവില്ലാത്തതുകൊണ്ട് ഈ സമയത്ത് ചേർത്താൽ മതി. ഇനി നമുക്ക് പുളിവെള്ളവും നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടില്ലേ, അത് നല്ലപോലെ അരച്ചിട്ട് ആ പേസ്റ്റും പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് കുറച്ചുകൂടി ഉപ്പ് എക്സ്ട്രാ ചേർത്തിട്ട് ഇളക്കാം കേട്ടോ. ഇതെല്ലാം ചേരുമ്പോൾ ഉപ്പൊന്ന് കുറയും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തതേ. ഈ സമയത്ത് നമുക്ക് സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാം കേട്ടോ. അതായത് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ തിളച്ച് കുറുകി വരും. മാത്രമല്ല തീ ഓഫാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകും. അപ്പം അതിനേക്കാൾ നല്ലത് ആദ്യമേ ഇത് കുറച്ച് ലൂസിൽ ഉണ്ടാക്കുക. പിന്നെ തിളച്ചിട്ട് ആ ഒരു വെണ്ടയ്ക്കൊക്കെ വെന്ത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ആവശ്യത്തിന് ചേർക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ടേ. ഈ സാമ്പാറിനുണ്ടല്ലോ ഒരു സ്പെഷ്യൽ മണമാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കായം പൗഡർ കൂടി ചേർക്കാനുണ്ട്. അതല്ലാതെ തന്നെ ഒരു സ്പെഷ്യൽ ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ. അത് എല്ലാവരും ചേർക്കുന്നതൊന്നല്ല, പക്ഷെ അതുകൂടി ചേർക്കുമ്പോൾ സാമ്പാറിൻ്റെ ആ മണവും രുചിയൊക്കെ നല്ലപോലെ എൻഹാൻസ് ആവും. പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന അളവിൽ മാത്രമേ ചേർക്കാവൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ആ ടിപ്പ് എന്ന് കണ്ടു നോക്കി വന്നാലോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നെയ്യ്, അതാണ് ടിപ്പ്. അതുകൂടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു
പ്രത്യേക മണവും രുചിയും നമ്മുടെ സാമ്പാറിന് കിട്ടും. ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ. ഈ പറഞ്ഞ അളവ് പോലെ ചേർക്കാവൂ, വളരെ കുറച്ച് മാത്രം. സദ്യയിൽ പല ഐറ്റംസിലും ഇതുപോലെ നെയ്യ് ടിപ്പായിട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ രുചിയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ ഞാൻ സാമ്പാർ പൊടി ഒരു തരി പോലും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. വീട് മുഴുവൻ ആ ഒരു കൂട്ട് വറക്കുമ്പോൾ തന്നെ വീട്ടിൽ ആ സാമ്പാറിൻ്റെ മണം വരും. അതാണ് പ്രത്യേകത. ഇത് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ്. ആദ്യമായിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ വറവൊക്കെ ചേർത്തിട്ട് സാമ്പാർ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ നല്ലൊരു മണമാണല്ലേ. കണ്ടോ, നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ട് പോലുമില്ല, പാകത്തിന് വെന്തിട്ടുണ്ട്. അങ്ങനെ വേവണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന അതേപോലെ ആ ഒരു സ്റ്റൈലിൽ ചെയ്താൽ മതി. വെണ്ടയ്ക്കൊക്കെ അവസാനം ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. എന്തെങ്കിലും ഒരു കാര്യം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർക്കുന്നതല്ലേ അതിൻ്റെ ഒരു നല്ലത് അല്ലേ. എൻ്റെ ഈ ചാനലിൽ ഒരുപാട് സദ്യ ഐറ്റംസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ ഒരു സാമ്പാറിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തേങ്ങ വറുത്തരച്ചിട്ടില്ലെങ്കിൽ പോലും തേങ്ങ വറുത്തരയ്ക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തും. അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ശരി എന്നാൽ.